പ്രിയപ്പെട്ട കുട്ടികളെ, ഇത് 6ാം ക്ലാസ്സിലെ ക്രിസ്മസ് എക്സാം, അതായത് സെക്കൻഡ് ടേം ഇംഗ്ലീഷ് എക്സാമിനേഷൻ്റെ ഒരു സോൾവ്ഡ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. നമുക്ക് ആദ്യം തന്നെ ഇവിടെ കൊടുത്തിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ഒന്ന് വായിച്ച് നോക്കാം. അറ്റംപ്റ്റ് ഓൾ ആക്ടിവിറ്റീസ്, എല്ലാ ആക്ടിവിറ്റീസും അറ്റൻഡ് ചെയ്യണം. അതായത് 6 ആക്ടിവിറ്റി ആണ് ഉള്ളതെങ്കിൽ 6 എണ്ണവും നമ്മൾ അറ്റൻഡ് ചെയ്യണം. അതിൽ ചിലതിൽ ഇൻറ്റേർണൽ ഓപ്ഷൻസ് ഉണ്ടാവും. നമുക്ക് നോക്കാം. ഇൻറ്റേർണൽ ചോയ്സ് ഈസ് പ്രൊവൈഡഡ് ഫോർ ആക്ടിവിറ്റി 3 and 5. ആൻസർ എയ്തർ എ ഓർ ബി. അതായത് ആക്ടിവിറ്റി 3ലും 5ലും 2 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, എയും ബിയും ഉണ്ടാവും. അതിൽ നിങ്ങൾക്ക് നന്നായി ആൻസർ ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും ഒന്ന് എയോ ബിയോ അതിലേതെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്താൽ മതി. ഓക്കെ, അങ്ങനെ 6ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറിൽ 6 ആക്ടിവിറ്റീസാണ് നിങ്ങൾ അറ്റൻഡ് ചെയ്യാനുള്ളത്. തേർഡ് ഇൻസ്ട്രക്ഷൻസ് എന്താണ്? ഈച്ച് ആക്ടിവിറ്റി ക്യാരീസ് 5 സ്കോർ. ഓരോ ആക്ടിവിറ്റീസിനും 5 സ്കോറാണുള്ളത്. ഓക്കെ, നമുക്ക് ഓരോ ആക്ടിവിറ്റീസായിട്ട് നോക്കാം. ആക്ടിവിറ്റി 1, റീഡ് ദ ഗിവൻ പോം ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ഗിവൻ ബിലോ. ഇവിടെ കൊടുത്തിരിക്കുന്ന കവിത വായിച്ച് അതിനകത്തോട്ട് താഴെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതിനെ ആൻസർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഈ പോം ഒന്ന് റിസൈറ്റ് ചെയ്യാം. എ ഗേൾ വിത്ത് ലാഫ്റ്റർ ബ്രൈറ്റ് ആൻഡ് ഫ്രീ ഡാൻസസ് ത്രൂ ലൈഫ് വിത്ത് ഗ്ലീ. Her smile can light the darkest night and fill the hearts with pure delight. With eyes that sparkle like the sea, she's a wonder, wild and carefree. Her spirit shines like morning dew, a precious gem, true and true. ഇത് നല്ല ഒരു പോസിറ്റീവ് വൈബുള്ള ഒരു പെൺകുട്ടിയെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാടാണ്. എ ഗേൾ വിത്ത് ലാഫ്റ്റർ ബ്രൈറ്റ് ആൻഡ് ഫ്രീ ഡാൻസസ് ത്രൂ ലൈഫ് വിത്ത് ഗ്ലീ. സ്വതന്ത്രയും നല്ല തിളക്കവുമുള്ള ചിരിയുമായി ജീവിതത്തിൽ ഉന്മേഷത്തോടു കൂടി നൃത്തം ചെയ്യുന്ന ഒരു പെൺകുട്ടി. ഹെർ സ്മൈൽ ക്യാൻ ലൈറ്റ് ദ ഡാർക്കസ്റ്റ് നൈറ്റ്. അവളുടെ പുഞ്ചിരിക്ക് ഏതൊരു ഇരുണ്ട രാത്രിയെപ്പോലും പ്രകാശിപ്പിക്കാൻ കഴിയുന്നു. ആൻഡ് ഫിൽ ദ ഹാർട്ട്സ് വിത്ത് പ്യുവർ ഡിലൈറ്റ്. അവളുടെ പുഞ്ചിരി കൊണ്ട് ഹൃദയങ്ങളെ ശുദ്ധമായ ആനന്ദം കൊണ്ട് നിറയ്ക്കാൻ കഴിയുന്നു. വിത്ത് ഐസ് ദാറ്റ് സ്പാർക്കിൾ ലൈക്ക് ദ സീ ഷീസ് എ വണ്ടർ, വൈൽഡ് ആൻഡ് കെയർഫ്രീ. കടൽ പോലെ തിളങ്ങുന്ന കണ്ണുകളുള്ള അവളൊരു അത്ഭുതമാണ്. ഹെർ സ്പിരിറ്റ് ഷൈൻസ് ലൈക്ക് മോർണിംഗ് ഡ്യൂ, എ പ്രഷ്യസ് ജെം, ത്രൂ ആൻഡ് ത്രൂ. അവളുടെ ആത്മാവ് പ്രഭാതത്തിലെ മഞ്ഞുതുള്ളി പോലെ പ്രകാശിക്കുന്നു. അത്രയേറെ വിലയേറിയ പ്രഷ്യസ് ആയിട്ടുള്ള വിലപിടിപ്പുള്ള ഒരു രത്നമാണ് അവൾ. ഇനി നമുക്ക് ഇവിടെ കൊടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ നോക്കാം. റൈറ്റ് എ പെയർ ഓഫ് റൈമിംഗ് വേർഡ്സ് ഫ്രം ദ പോം. റൈമിംഗ് വേർഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഓരോ വരിയുടെയും ഓരോ ലൈനിൻ്റെയും അവസാനം വരുന്ന ഒരേ ശബ്ദം വരുന്ന വാക്കുകളാണ് എന്താണ് റൈമിംഗ് വേർഡ്. ഇവിടെ ഇപ്പോൾ എന്താ വന്നിട്ടുള്ളത്? ഫ്രീ, ഗ്ലീ, നൈറ്റ്, ഡിലൈറ്റ്, അല്ലേ? കുറേ റൈമിംഗ് വേർഡ്സ് ഉണ്ട്. ഓക്കെ, നമുക്ക് ആൻസർ എഴുതാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കൂ. ഹൗ ഈസ് ദ ഗേൾസ് സ്പിരിറ്റ് ഡിസ്ക്രൈബ്ഡ്? ആ പെൺകുട്ടിയുടെ ആത്മാവിനെ എന്തുമായിട്ടാണ് ഇവിടെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്? നമുക്കറിയാം, മോർണിംഗ് ഡ്യൂ, അല്ലേ? പ്രഭാതത്തിലെ മഞ്ഞുതുള്ളിയെ പോലെയും പിന്നെന്താണ് പ്രഷ്യസ് ജെം ആയിട്ടാണ് ഈ പെൺകുട്ടിയുടെ സ്പിരിറ്റിനെ ഇവിടെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ, ലാസ്റ്റിലെ തേർഡ് ക്വസ്റ്റ്യൻ. വാട്ട് ആർ ദ ഗേൾസ് ഐസ് കമ്പയർഡ് ടു? പെൺകുട്ടിയുടെ കണ്ണിനെ എന്തുമായിട്ടാണ് കമ്പയർ ചെയ്തിരിക്കുന്നത്? യെസ്, സ്പാർക്കിൾ ലൈക്ക് ദ സീ, അല്ലേ? കടൽ പോലെ തിളങ്ങുന്ന കണ്ണുകൾ എന്നാണല്ലോ പറഞ്ഞത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ റൈമിംഗ് വേർഡ്സ് ഫ്രീ ആൻഡ് ഗ്ലീ. നമ്മളോട് ഇവിടെ ഒരു പെയർ റൈമിംഗ് വേർഡാണ് എഴുതാൻ പറഞ്ഞത്, അതുകൊണ്ടാണ് വേറെയും റൈമിംഗ് വേർഡ്സ് ഇതിലുണ്ട്. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ ആൻസർ ദ ഗേൾ സ്പിരിറ്റ് ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് ഷൈനിങ് ലൈക്ക് മോർണിംഗ് ഡ്യൂ ആൻഡ് ബീങ് എ precious gem. Okay, then third question answer, the girl's eyes are compared to sparkle like the sea. Then fourth question നോക്കൂ. give a suitable title to the poem. നമ്മുടെ ഈ കവിതയ്ക്ക് സ്യൂട്ടായിട്ടുള്ള ഒരു ടൈറ്റിൽ കൊടുക്കാനാണ്. അപ്പോൾ ഈ കവിതയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു പേര് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മാർക്ക് കിട്ടും. ഓക്കെ, ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് എഫക്ട് ഡസ് ദ ഗേൾ സ്മൈൽ ഹേ? പെൺകുട്ടിയുടെ ചിരിയിൽ എന്ത് പ്രത്യേകത, എന്ത് ഇഫക്റ്റാണുള്ളത് നമുക്കറിയാലോ, അല്ലേ? ആൻസർ നമുക്ക്. ഫോർത്ത് ക്വസ്റ്റ്യൻ ആൻസർ സ്യൂട്ടബിൾ ടൈറ്റിൽ ഈസ് എ പ്രഷ്യസ് ജെം. ഓക്കെ, അങ്ങനെ പോരെ. ദെൻ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ആ കുട്ടിയുടെ സ്മൈൽ എന്ത് ഇഫക്റ്റാണ് ഉണ്ടാക്കിയെന്ന്, അല്ലേ? നോക്കുക. ഹെർ സ്മൈൽ ലൈറ്റ്സ് ദ ഡാർക്കസ്റ്റ് നൈറ്റ് ആൻഡ് ഫിൽസ് ഹാർട്ട് വിത്ത് ഡിലൈറ്റ്. ഓക്കെ, ദെൻ സെക്കൻഡ് ആക്ടിവിറ്റി നോക്കൂ. ഡു യു റിമെമ്പർ ദ സ്റ്റോറി മൗസ്ട്രോണറ്റ്? മൗസ്ട്രോണറ്റ് എന്ന് പറഞ്ഞ സ്റ്റോറി നമുക്കറിയാലോ, അല്ലേ?
റീഡ് ദ ഇവൻറ്റ്സ് ഓഫ് ദ സ്റ്റോറി ആൻഡ് റീഅറേഞ്ച് ഇൻ ടു കറക്റ്റ് ഓർഡർ. നമ്മുടെ മൗസ് ഓൺ ഇറ്റ് എന്ന് പറഞ്ഞ സ്റ്റോറിയിലെ ഇവൻറ്റ്സ് ഓർഡർ തെറ്റിച്ചിട്ടാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. നമ്മൾ എന്ത് ചെയ്യണം? അത് കറക്റ്റ് ഓർഡറിലായിട്ട് അറേഞ്ച് ചെയ്യണം. നമുക്ക് നോക്കാം. എ Meteor is taken from his cage and get a tour of the shuttle. B. The key to the control panel struck between the monitors. Then C. The shuttle commander announces that 6 mice will be selected for the flight. D. When the shuttle returns the Earth, Meteor is declared a hero. E. Meteor squeezes his way into the crack. F. Meteor spots the key and tugs at it with all his might. നമുക്ക് കറക്റ്റ് ഓർഡർ നോക്കാം. ദ കറക്റ്റ് ക്രോണോളജിക്കൽ ഓർഡർ ഓഫ് ദ ഇവൻറ്റ്സ് ഇൻ ദ സ്റ്റോറി മൗസ്ട്രോണറ്റ് ഈസ്: ഫസ്റ്റ് വൺ, ദ ഷട്ടിൽ കമാൻഡർ അനൗൺസസ് ദാറ്റ് 6 mice will be selected for the flight. Second, Meteor is taken from his cage and gets a tour of the shuttle. Then third, Meteor spots the key and tugs at it with all his might. Fourth one, the key to the control panel struck between the monitors. Fifth one, Meteor squeezes his way into the crack. Then the last one, sixth one, when the shuttle returns to the Earth, Meteor is declared a ഹീറോ. ഓക്കെ ഡിയേഴ്സ്, ഇതല്ലേ കറക്റ്റ് ഓർഡർ? അപ്പോൾ നമുക്കിനി മൂന്നാമത്തെ ആക്ടിവിറ്റിയിലേക്ക് പോവാം. ആക്ടിവിറ്റി 3. ഡു യു റിമെമ്പർ ദ ലിറ്റിൽ ഗേൾ മൊയ്ന ഇൻ ദ സ്റ്റോറി? ദ വൈ ഗേൾ. ഷീ വാസ് ഓൾവേസ് ക്യൂരിയസ് അബൌട്ട് എവറിഥിങ് അറൗണ്ട് അസ്. ഷീ ഓൾവേസ് ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് അബൌട്ട് എവറിഥിങ്. ഓഫൺ ഷീ ബിഗാൻ ടു തിങ്ക് അലോൺ. വാട്ട് വുഡ് ബി ഹെർ തോട്ട്സ്? റൈറ്റ് ദ തോട്ട്സ് ഓഫ് മൊയ്ന. നമ്മുടെ നാലാമത്തെ യൂണിറ്റിലുള്ള മൊയ്നയുടെ തോട്ട്സ് എഴുതാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. നമുക്കൊന്ന് എഴുതി നോക്കാം. മൊയ്നാസ് തോട്ട്സ്. ഐ എം എ ലിറ്റിൽ എക്സ്പ്ലോറർ ഓഫ് ദ വേൾഡ്. ഞാൻ ഈ ലോകത്തെക്കുറിച്ച് ചിന്തിക്കുന്ന, അന്വേഷിക്കുന്ന ഒരു എക്സ്പ്ലോററാണ്. ആൻഡ് എവ്രി വൈ ഈസ് എ സ്റ്റെപ്പ് ഫോർവേഡ്. എൻ്റെ ഓരോ ചിന്തകളും, കാരണം എന്തിനെക്കുറിച്ചും അവൾക്ക് വൈ എന്തുകൊണ്ട് എന്നുള്ള ഒരു ചിന്തയാണ്. അത് ഓരോന്നും തന്നെ അവൾക്ക് മുന്നോട്ടുള്ള ഓരോ കാൽവെപ്പുകളാണ്. ഐ ആസ്ക് മൈസെൽഫ് വാട്ട് മേക്സ് ദ സൺറൈസ്. എന്താണ് ഈ സൂര്യോദയത്തിന് പിന്നിലുള്ളത്? സൂര്യോദയം സംഭവിക്കുന്നത് എങ്ങനെയാണ്? വാട്ട് സിങ്സ് ഇൻ ദ നൈറ്റ്. എന്താണ് രാത്രി ഇങ്ങനെ പാടുന്നത്? ആൻഡ് വാട്ട് സീക്രറ്റ്സ് ദ എർത്ത്സ് ഹോൾസ്. ഭൂമിക്കുള്ളിലെ രഹസ്യം എന്താണ്? ഭൂമി കൊണ്ട് നടക്കുക, ഭൂമിയുടെ രഹസ്യം എന്താണ്? മൈ മൈൻഡ്സ് റേസസ് വിത്ത് ഐഡിയാസ്. എൻ്റെ മൈൻഡ് ഒത്തിരി ആശയങ്ങൾ, ഐഡിയാസുമായിട്ട് ഇങ്ങനെ റേസ് ആവുകയാണ്. ആൻഡ് ഐ ലവ് ടേണിങ് ക്വസ്റ്റ്യൻസ് ഇൻ ടു അഡ്വഞ്ചേഴ്സ് ഇൻ മൈ ഇമാജിനേഷൻ. എൻ്റെ ഭാവനയ്ക്ക് അതനുസരിച്ച് ഓരോ ചോദ്യങ്ങളും സാഹസികമായി മാക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഭാഷയിൽ എഴുതിയാൽ മതി, പറ്റുന്ന പോലെ. അല്ലെങ്കിൽ ഇങ്ങനെ എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് നല്ല ഒരു ഗ്രേഡ് കിട്ടും. ഓക്കെ, ഈ തേർഡ് ആക്ടിവിറ്റിയിൽ 2 ആക്ടിവിറ്റി ഉണ്ട്. അതിലേതെങ്കിലും ഒന്ന് ചെയ്താൽ മതി. എ നമ്മൾ തോട്ടാണ്, ബി ഡയറിയാണ്. അപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾ ചെയ്താൽ മതി. അതേപോലെ 5ാമത്തെ ആക്ടിവിറ്റിയിലും അങ്ങനെയാണ് ഉണ്ടാവുക, 2 എണ്ണം ഉണ്ടാവും. അത് അല്ല, നിങ്ങൾക്ക് അറിയുന്ന ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. നോക്കുക, ഈ 3ലുള്ള 2ാമത്തെ ബി ക്വസ്റ്റ്യനായ ഡയറി നമുക്ക് വായിച്ചു നോക്കാം. എന്താണ് അതിൻ്റെ ആക്ടിവിറ്റി എന്താണെന്ന് നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഡു യു റിമെമ്പർ ലൂയിസ് ഇൻ ദ സ്റ്റോറി 6 dots? At the age of 5, he became totally blind. He joined in the school for blind. His headmaster taught him to make dot patterns with a stylus on a paper kept under a wooden frame. In that night, he began to write about his school, teachers, and friends in his diary. നമുക്കറിയാം 6 dots എന്നുള്ള സ്റ്റോറിയിൽ ലൂയിസിന് കണ്ണ് കാണാതെയാവുകയാണ് ചെറുപ്പത്തിൽ തന്നെ. അങ്ങനെ അവൻ്റെ ഹെഡ് മാസ്റ്റർ ഡോട്ട്സ് യൂസ് ചെയ്ത് എങ്ങനെ റീഡ് ചെയ്യാം എന്നുള്ളത് അവന് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ അന്ന് രാത്രി അവന് ഭയങ്കര സന്തോഷമാവുന്നതാണ്. അപ്പോൾ അന്നത്തെ ഡയറി ലൂയിസ് എഴുതുന്നതാണ് നമുക്ക് ഇവിടെ എഴുതി നോക്കേണ്ടത്. നമുക്കൊന്ന് എഴുതി നോക്കാം. ഡയറി എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ആദ്യം ഡേറ്റും ഡേയും എഴുതണം. ഇവിടെ 12/12/2025 ആണ് എഴുതിയത്, ഡേ ഫ്രൈഡേ. ഓക്കെ, അതിനുശേഷം നമ്മൾ ഡയറി എഴുതുക. നോക്കൂ, ഡയറി സ്റ്റാർട്ട് ചെയ്യുന്നത് നോക്കൂ, നമുക്ക് ഇന്നത്തെ കാര്യമല്ല എഴുതുന്നത്, അതുകൊണ്ട് ടുഡേ വെച്ച് എഴുതുന്നതായിരിക്കും ഏറ്റവും നല്ലത്.
ടുഡേ ഐ ഫെൽ വെരി ഹാപ്പി ഇൻ മൈ സ്കൂൾ ഫോർ ദ ബ്ലൈൻഡ്. ഇന്ന് എനിക്ക് നല്ല സന്തോഷമുള്ള ഒരു ദിവസമായിരുന്നു. എൻ്റെ അന്ധവിദ്യാലയത്തിൽ നല്ല ഹാപ്പി സന്തോഷമുള്ള ഒരു മൊമെൻറ്റ്സ് ആയിരുന്നു എനിക്ക് അവിടെ ഉണ്ടായിരുന്നത് എന്ന്. അടുത്തത് നോക്കൂ. മൈ ഹെഡ് മാസ്റ്റർ ഷോഡ് മീ ഹൗ ടു മേക്ക് ഡോട്ട് പാറ്റേൺസ് വിത്ത് എ സ്റ്റൈലസ് ഓൺ പേപ്പർ ഇൻ എ വുഡ് ഫ്രെയിം. ഒരു മരത്തിൻ്റെ ഫ്രെയിമിൻ്റെ മുകളിൽ എങ്ങനെ ഡോട്ട് പാറ്റേൺസ് ഉണ്ടാക്കുക എന്നതിനെക്കുറിച്ച് ഹെഡ് മാസ്റ്റർ എനിക്ക് കാണിച്ചു തന്നു. മൈ ടീച്ചേഴ്സ് ആൻഡ് ഫ്രണ്ട്സ് ആർ വെരി കൈൻഡ് പീപ്പിൾ. എൻ്റെ ടീച്ചേഴ്സും ഫ്രണ്ട്സും ഒക്കെ നല്ല ദയുള്ള ആളുകളാണ്. ഐ വാണ്ട് ടു ലേൺ മോർ ബ്രെയിലി സോ ഐ ക്യാൻ റീഡ് ആൻഡ് ഹെൽപ്പ് അതർ ബ്ലൈൻഡ് ചിൽഡ്രൻ. എനിക്ക് കൂടുതൽ ബ്രെയിലി പഠിക്കണം, എന്നാൽ മാത്രമേ എനിക്ക് നന്നായി വായിക്കാനും അതുപോലെ മറ്റുള്ള കണ്ണ് കാണാത്ത കുട്ടികളെ സഹായിക്കാനും കഴിയുകയുള്ളൂ. ടുഡേ ഈസ് റിയലി ആൻ എവർ മെമ്മറബിൾ ഡേ ഇൻ മൈ ലൈഫ്. എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു ദിവസമാണ് ഇന്ന്. ഇന്ന് ആരാണ് എഴുതുന്നത്? ലൂയിസ്. അങ്ങനെ അവനവൻ്റെ പേരും കൂടി എഴുതി കഴിഞ്ഞാൽ ഒരു ഡയറി കംപ്ലീറ്റ് ആയി. ഓക്കെ, നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കൂ. ആക്ടിവിറ്റി 4. ഒബ്സർവ് ദ ഗിവൺ പിക്ചർ ആൻഡ് റൈറ്റ് എ ഡിസ്ക്രിപ്ഷൻ എബൌട്ട് ഇറ്റ്. ഇവിടെ കൊടുത്തുള്ള ചിത്രം നന്നായി നോക്കിയിട്ട് അതിനെക്കുറിച്ച് ഒരു ഡിസ്ക്രിപ്ഷൻ തയ്യാറാക്കാനാണ്, കുറിപ്പ് തയ്യാറാക്കാനാണ്. അതിൽ എത്ര സെൻറ്റൻസ് വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? റൈറ്റ് മിനിമം 6 സെൻറ്റൻസസ്. കുറഞ്ഞത് 6 സെൻറ്റൻസ് എങ്കിലും വേണം. ഓക്കെ, 6. അതുകൊണ്ട് നിങ്ങൾ 6 മാത്രം ആക്കേണ്ട, 6-ൽ കൂടുതൽ മോർ ദാൻ 6 സെൻറ്റൻസസ് നിങ്ങൾ ഉണ്ടാക്കണം. എന്നാൽ മാത്രമേ എന്താണ് എ ഗ്രേഡ് കിട്ടുള്ളൂ. നമുക്ക് നോക്കാം. ഡിസ്ക്രിപ്ഷൻ. ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ പിക്ചർ ഓഫ് എ പാർക്ക്. ഇത് ഒരു നല്ല ഭംഗിയുള്ള ഒരു പാർക്കിൻ്റെ ചിത്രമാണ്. എ ബോയ് ഫീഡ്സ് എ ഡക്ക് ബൈ ദ പോണ്ട്. പോണ്ടിൻ്റെ അടുത്ത് നിന്ന് ഒരു ബോയ് ഒരു താറാവിന്, ഒരു ഡക്കിന് ഫീഡ് ചെയ്യുന്നു അല്ലേ. ചൈൽഡ് സിറ്റ്സ് ഓൺ ഗ്രാസ് വിത്ത് എ ഡോഗ്. ഒരു കുട്ടിയും അതിൻ്റെ കൂടെ ഒരു ഡോഗും ഗ്രാസിൽ ഇരിക്കുന്നു. എ ബോയ് ഫ്ലൈസ് എ കൈറ്റ് ഇൻ ദ സ്കൈ. ഒരു ആൺകുട്ടി പട്ടം പറത്തുന്നു. ചൈൽഡ് റൈഡ്സ് എ ബൈസിക്കിൾ ഓൺ ദ പാത്ത്. ആ വഴിയിൽ ഒരു കുട്ടി സൈക്കിൾ ഓടിക്കുന്നുണ്ട്. ദ ബോയ് ക്ലൈംസ് ദ ട്രീ. ഒരു ആൺകുട്ടി മരത്തിൽ കയറുന്നു. ഗേൾ സ്വിങ്സ് ഓൺ സ്വിങ്. ഒരു പെൺകുട്ടി ഊഞ്ഞാലിൽ ആടുന്നു. ചിൽഡ്രൻ പ്ലേ ഹാപ്പിലി ഇൻ സണ്ണി പാർക്സ്. ആ നല്ല ഭംഗിയുള്ള നല്ല വെളിച്ചമുള്ള സൂര്യപ്രകാശമുള്ള ആ പാർക്കിലിരുന്ന് കുട്ടികളെല്ലാവരും സന്തോഷത്തോടു കൂടി കളിക്കുന്നു. ഇത് ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷനാണ്. കുറച്ചുകൂടി നിങ്ങൾക്ക് കൂട്ടിയിട്ട് എഴുതാൻ കഴിയുന്നതാണ്. ഓക്കെ, ഇങ്ങനെ ഇത്രയെങ്കിലും എഴുതിയില്ലെങ്കിൽ എ ഗ്രേഡ് കിട്ടില്ല കേട്ടോ. ആക്ടിവിറ്റി 5 നോക്കൂ. അതിൽ 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്, എയും ഉണ്ട് ബിയും ഉണ്ട്. അതിൽ നിങ്ങൾക്ക് നന്നായി ചെയ്യാൻ പറ്റുന്ന ഒന്ന് നിങ്ങൾ ചെയ്താൽ മതി. എയോ ബിയോ ഏതിലെങ്കിലും ഒന്ന് ചെയ്താൽ മതി. ഓക്കെ, നമുക്ക് രണ്ടിൻ്റെയും ആൻസർ ചെയ്യാം. ഫസ്റ്റ് എ നോക്കാം. ആക്ടിവിറ്റി 5. ഇമാജിൻ യുവർ സ്കൂൾ ഈസ് സെലിബ്രേറ്റിംഗ് ഇറ്റ്സ് 90th anniversary. In that program, your school is planning to felicitate an old student, Dr. Sumitra, for her great achievement in the national level doctors conference. Draft a notice to invite people to the program. നിങ്ങളുടെ സ്കൂള് 90ാം വാർഷികം ആഘോഷിക്കുകയാണെന്ന് ഒന്ന് സങ്കല്പിക്കുക. എന്നിട്ട് ആ ആഘോഷവേളയിലേക്ക് സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയായ ഡോക്ടർ സുമിത്രയെ അഭിനന്ദിക്കുന്ന ഒരു ചടങ്ങ് സംഘടിപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ പ്രോഗ്രാമിന് വേണ്ട ഒരു നോട്ടീസ് തയ്യാറാക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. നമ്മളിവിടെ തയ്യാറാക്കിയ നോട്ടീസ് ഒന്ന് പരിചയപ്പെടാം. ശ്രദ്ധിക്കുക, ABC സ്കൂൾ എന്ന് എഴുതിയെടുത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കൂളിൻ്റെ പേര് എഴുതാവുന്നതാണ്. ഓക്കെ, ദ 19th Annual Day Celebration Notice. Our school celebrates its 19th anniversary. We invite you to join us for the celebration. ഞങ്ങളുടെ സ്കൂൾ അതിൻ്റെ 19th ആനിവേഴ്സറി ആഘോഷിക്കുകയാണ്. ഈ ആഘോഷവേളയിലേക്ക് ജോയിൻ ചെയ്യാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ഡോക്ടർ സുമിത്ര, എ ഡിസ്റ്റിങ്ഷ്ഡ് അലുമിന, വിൽ ബി ഓണേർഡ് ഫോർ വിന്നിങ് എ നാഷണൽ അവാർഡ്. നാഷണൽ അവാർഡ് ജേതാവായ ഡോക്ടർ സുമിത്രയെ ആദരിക്കുന്ന ചടങ്ങ് ഉണ്ടായിരിക്കുന്നതാണ്. ഡേറ്റ് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. ഡേറ്റ് 20/12/2025. ടൈം 10:30 AM. ഓക്കെ, സ്ഥലം എവിടെയാണ്? വെന്യൂ മെൻഷൻ ചെയ്യണം. വെന്യൂ സ്കൂൾ ഓഡിറ്റോറിയം. പിന്നെ ലാസ്റ്റ് ഒന്നും കൂടി ഇൻവൈറ്റ് ചെയ്യാണ്. വി ലുക്ക് ഫോർവേഡ് ടു യുവർ പ്രസൻസ്. നിങ്ങളുടെ സാന്നിധ്യം ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ബെസ്റ്റ് റിഗാർഡ്സ്, പ്രോഗ്രാം കോർഡിനേറ്റർ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നോട്ടീസ് തയ്യാറാക്കുമ്പോൾ എഴുതണം. ഓക്കെ, താങ്ക് യു.
നമുക്കറിയാം 5th ആക്ടിവിറ്റിയിൽ എയും ബിയും ഉണ്ട്. അതിലേതെങ്കിലും ഒന്ന് നമ്മൾ എഴുതിയാൽ മതി. ഓക്കെ, ഇവിടെ ഞാൻ 2 ആക്ടിവിറ്റിയും ഞാൻ ചെയ്യുന്നുണ്ട്, 2 ക്വസ്റ്റ്യൻ്റെ ആൻസർ ചെയ്യുന്നുണ്ട്. അപ്പോൾ രണ്ടാമത്തെ ബി ക്വസ്റ്റ്യൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ബി, യുവർ സ്കൂൾ ഈസ് അറേഞ്ചിങ് എ പ്രോഗ്രാം ടു ഒബ്സർവ് ദ ബർത്ത് ആനിവേഴ്സറി ഓഫ് ദ ഫേമസ് സയൻറ്റിസ്റ്റ് ആൻഡ് ഫേമസ് പ്രസിഡന്റ് ഡോക്ടർ APJ Abdul Kalam, the Missile Man of India. Prepare an invitation card to inform the public about the event. നിങ്ങളുടെ സ്കൂളിൽ വെച്ചിട്ട് നമ്മുടെ മുൻ പ്രസിഡൻ്റായ ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നു. അതിലേക്ക് എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ടുള്ള ഒരു ഇൻവിറ്റേഷൻ കാർഡ് നിർമ്മിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് നോക്കാം. ബർത്ത് ആനിവേഴ്സറി സെലിബ്രേഷൻ ഓഫ് ഡോക്ടർ APJ അബ്ദുൽ കലാം, ദ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ. ഈ ഒരൊറ്റ ഹെഡിങ് കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ ആണെന്ന്. അദ്ദേഹത്തെ അറിയപ്പെടുന്നത് ദ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നാണ്. ഇവിടെ നോക്കൂ, ഡേറ്റ് എന്നാ കൊടുത്തത്? ഒക്ടോബർ 15/11/2025. ഒക്ടോബർ 15-നാണ് ആഘോഷിക്കുന്നത്. ടൈം എപ്പോഴാണ്? 7 PM പ്രോഗ്രാം ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. വെന്യൂ സ്കൂൾ ഓഡിറ്റോറിയം. ലാസ്റ്റ് എന്താ എഴുതി നോക്കൂ. ദ പ്രോഗ്രാം വിൽ ഇൻക്ലൂഡ് ട്രിബ്യൂട്ട്സ്, സ്പീച്ച് and cultural performance to honor the great scientist and former president. ഈ ബർത്ത്ഡേ സെലിബ്രേഷനിൽ കുറച്ച് പ്രോഗ്രാംസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ട്രിബ്യൂട്ട്സ്, സ്പീച്ച്, കൾച്ചറൽ പെർഫോമൻസ്, ഇങ്ങനെ ഇത്രയും കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ള കാര്യം കൂടി നമ്മളിവിടെ മെൻഷൻ ചെയ്തു. പിന്നെ ലാസ്റ്റ്, യുവർ പ്രസൻസ് വിൽ മേക്ക് ദ ഇവൻറ്റ് മെമ്മറബിൾ. നിങ്ങളുടെ സാന്നിധ്യം ഈ പ്രോഗ്രാം ഒന്നുകൂടി മെമ്മറബിൾ ആക്കുന്നു. ജസ്റ്റ് എഴുതുക. ഇത്രയും കാര്യം നിങ്ങൾ വേണമെങ്കിൽ ഇതിൽ വേണമെങ്കിൽ കുറച്ചും കൂടി ഷോർട്ടാക്കി വേണമെങ്കിൽ എഴുതാം, വേണമെങ്കിൽ കുറച്ചും കൂടി കളർഫുള്ളാക്കി ഒക്കെ ചെയ്യാം. ഓക്കെ, നല്ലൊരു ഇൻവിറ്റേഷൻ കാർഡ് നിങ്ങൾക്ക് നിർമ്മിക്കാൻ പറ്റും. ഈ ഇൻവിറ്റേഷൻ കാർഡ് എന്നുള്ള ക്വസ്റ്റ്യൻ ഒരിക്കലും നിങ്ങൾ കട്ട് ചെയ്ത്, കാരണം വളരെ സിമ്പിളായി ചെയ്യാൻ പറ്റിയ ഒരു ആക്ടിവിറ്റിയാണിത്. ഓക്കെ, ദെൻ ലുക്ക് അറ്റ് ദ ലാസ്റ്റ് ആക്ടിവിറ്റി. ആക്ടിവിറ്റി 6, എഡിറ്റ് ദ ഫോളോയിങ് പാസേജ്. സാധാരണ ഒരു പാരഗ്രാഫ് എഡിറ്റ് ചെയ്യാൻ തരുന്ന സമയത്ത് അവിടെ എഡിറ്റ് ചെയ്യാനുള്ള 5 കാര്യങ്ങളുണ്ടാവും, 5 എറേഴ്സ് ഉണ്ടാവും. 5 എറർ അണ്ടർലൈൻ ചെയ്യാറുണ്ട്. പക്ഷേ ഈ ഒരു പാസേജിൽ എന്താ പറയുക, എഡിറ്റ് ചെയ്യാനുള്ളത് അണ്ടർലൈൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് ഇങ്ങനത്തെ എഡിറ്റ് ചെയ്യാനുള്ള വരുന്ന സമയത്ത് കുറഞ്ഞതൊരു 4-5 പ്രാവശ്യമെങ്കിലും നിങ്ങൾ വായിച്ച് നോക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുള്ളൂ. ഓക്കെ, അതിന് ടെക്സ്റ്റ് ബുക്ക് നന്നായി വായിച്ചാൽ മാത്രമേ നമുക്ക് ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസൊക്കെ എഡിറ്റിംഗ് ഒക്കെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ കഴിയുള്ളൂ. നമുക്ക് വായിച്ച് നോക്കാം. One day, a little rabbit named Lily found a shiny object in the garden. She picked it up and see that it was a small bell. Lily rang the bell and heard its sound sweet. She took it off the home. ഇവിടെ വന്ന മിസ്റ്റേക്സ് ഏതൊക്കെയാണെന്ന് പറയാം. റാബിറ്റ്, സീ, ലില്ലി, സൗണ്ട് സ്വീറ്റ് ആൻഡ് ഓഫ്. ഈ വേർഡ്സ് ഏതൊക്കെ എവിടെയാണുള്ളതെന്നൊന്ന് കണ്ടുപിടിക്കൂ. ഇനി എഡിറ്റഡ് വേർഷൻ നോക്കൂ. ഈ എഡിറ്റഡ് വേർഷനിൽ തെറ്റുള്ളത് തിരുത്തിയിട്ട് സ്റ്റാർ ഇട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് വായിച്ച് നോക്കാം. വൺ ഡേ എ ലിറ്റിൽ റാബിറ്റ് നെയിംഡ് ലില്ലി ഫൗണ്ട് എ ഷൈനി ഒബ്ജക്റ്റ് ഇൻ ദ ഗാർഡൻ. ഷീ പിക്ഡ് ഇറ്റ് അപ്പ് ആൻഡ് സോ ദാറ്റ് ഇറ്റ് വാസ് എ സ്മോൾ ബെൽ. ലില്ലി റാങ് ദ ബെൽ ആൻഡ് ഹിയർഡ് ഇറ്റ്സ് സ്വീറ്റ് സൗണ്ട്. ഷീ ടുക്ക് ഇറ്റ് ടു ദ ഹോം. ഇവിടെ എന്തൊക്കെ കറക്ഷൻസ് ആണ് വന്നത് നോക്കൂ. റാബിറ്റ് എന്നുള്ളത് ബി മിസ്സിംഗ് ആയിരുന്നു, അപ്പോൾ ബി ചേർത്തു. രണ്ടാമത്തത് സി എന്നുള്ളത് പ്രസൻറ്റ് ടെൻസാണ് യൂസ് ചെയ്ത്, ഇവിടെ പാസ്റ്റ് ടെൻസായ സോയാണ് വേണ്ടത്. പിന്നെ തേർഡ് വൺ ലില്ലി എന്നുള്ളത് പേരായതുകൊണ്ട് തന്നെ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ വേണം. ദെൻ ഫോർത്ത് വൺ സൗണ്ട് സ്വീറ്റ് എന്നല്ല പറയുക, സ്വീറ്റ് സൗണ്ട് എന്നുള്ള അഡ്ജക്റ്റീവ് ഷുഡ് ബി സ്വീറ്റ്. സോ സ്വീറ്റ് സൗണ്ട് ആണ് വേണ്ടത്. ദെൻ ലാസ്റ്റ് വൺ പ്രിപ്പോസിഷൻ്റെ ഇതാണ്. ഓഫ് എന്നുള്ള പ്രിപ്പോസിഷൻ അല്ല വേണ്ടത്, ഓഫ് ദ ഹോം എന്നല്ല, ടു ദ ഹോം എന്നാണ്. ഇത്രയും 5 എറേഴ്സ് ആണ് ഇവിടെ വന്നത്. ഇത്രയും 5 എറേഴ്സ് നമ്മൾ കറക്റ്റ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഫുൾ ഗ്രേഡായ എ ഗ്രേഡ് കിട്ടും. അതേപോലെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതി ചോദിക്കുക, അതിനുള്ള മറുപടി തരുന്നതായിരിക്കും. മറ്റൊരു കാര്യം, 5, 6, 7 ക്ലാസ്സിലെ ഇംഗ്ലീഷിൻ്റെ ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, തേർഡ് ടേം ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ സോൾവ്ഡ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ ഈ നീനു ഗ്ലോബിൽ ഇട്ടിട്ടുണ്ട്. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതൊന്ന് നോക്കാവുന്നതാണ്. ഓക്കെ, പ്ലീസ് സ്റ്റേ ട്യൂൺ അവർ ചാനൽ. താങ്ക് യു.